നമ്മുടെ പഠനം വിതയ്ക്കുന്നവന്റെ ഉപമ എന്നതായിരുന്നു. ഇവിടെ യേശു കർത്താവ് തന്റെ കേൾവിക്കാർക്ക് ചിരപരിചിതമായ കാര്യങ്ങളിൽ കൂടെ അപരിചിതമായ പുതിയ സത്യങ്ങളിലേക്ക് അവരെ നടത്തുക എന്നതായിരുന്നു കർത്താവിന്റെ വലിയ ലക്ഷ്യം. നാം ഉപമ എന്ന് പറയുമ്പോൾ അതിനെ സ്വർഗീയ അർത്ഥമുള്ള ഭൗതിക കഥ എന്ന് വിശേഷിപ്പിക്കാം. ഈ ഉപമയുടെ അവസാന ഭാഗത്താണ് നാം നിൽക്കുന്നത്. നാം 4 തരത്തിലുള്ള മണ്ണിന്റെ കാര്യം മുഖവരയിൽ പറഞ്ഞു കഴിഞ്ഞു. വഴിയരികെ, പാറപ്പുറത്ത്, മുള്ളിനിടയിൽ, നല്ല നിലം. വഴിയരികെ വീണത് ചവിട്ടിപ്പോകുകയും പറവകൾ തിന്നുകളയുകയും ചെയ്തു. പാറമേൽ വീണത് മുളച്ചുവെങ്കിലും നനവില്ലായകയാൽ ഉണങ്ങിപ്പോയി. മുള്ളിനിടയിൽ വീണതോ മുള്ള് ഞെരുക്കിക്കളഞ്ഞു. നല്ല നിലത്ത് വീണത് 100 മേനി ഫലം കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയ ദൈവിക ദൂതുകൾ ക്രോഡീകരിച്ച് പറയുമ്പോൾ ഇപ്രകാരം ഇതിനെ നമുക്ക് സംക്ഷേപിക്കാം. ദൈവവചനത്തിന്റെ ഭാവി അത് വീഴുന്ന ഹൃദയത്തിന്റെ നിലയെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് വചനം ഉൾക്കൊള്ളാത്ത അടയ്ക്കപ്പെട്ട മനസ്സ്. രണ്ടാമത്തേത് കേൾക്കുന്ന വചനത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുകയോ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയോ ചെയ്യാത്ത ഹൃദയം. മൂന്നാമത്തേത് ദൈവവചനത്തെ മറ്റു കാര്യങ്ങൾ, താൽക്കാലികമായ ഭൗതികമായ വിഷയങ്ങൾ ഞെരുക്കി നിഷ്ഫലമാക്കുന്ന സ്ഥിതി. നാലാമത്തേത് നല്ല ഹൃദയം വചനം സ്വീകരിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നു, ഫലം ഉളവായി വരുന്നു. നമുക്ക് വീണ്ടും മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട ഈ വിത്ത് എന്തുകൊണ്ട് പൂർണ്ണമായി ഫലം കായി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തമായ വിഷയം. നാം മത്തായി സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം ചേർത്താണ് പഠിക്കുന്നത്. ദയവായി ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാലും. രണ്ടാമത്തെ മുള്ളാണ് ധനത്തിന്റെ വഞ്ചന. സത്യത്തിൽ ഇത് ആദ്യത്തെ മുള്ളായ വിചാരപ്പെടുന്നതിന്റെയും ആശങ്കപ്പെടുന്നതിന്റെയും തുടർച്ചയാണ്. സ്വർഗീയ പിതാവിനുള്ള സുരക്ഷിത ബോധത്തിന്റെ അഭാവം സൃഷ്ടിക്കുന്ന ശൂന്യതയിലേക്കാണ് ധനത്തിന്റെ വഞ്ചന തള്ളിക്കയറുന്നത്. ധനം ഒരു കപട സുരക്ഷിതത്വം, സ്യൂഡോ സെക്യൂരിറ്റി നൽകുമെന്നതാണ് അതിന്റെ വഞ്ചന. അരക്ഷിതത്വ ബോധത്തെ ധനത്തിന്റെ ഉറപ്പുകൊണ്ട് മൂടിവെക്കാനാണ് വിശ്വാസികൾ പോലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ധനം ഒടുവിൽ നിങ്ങളെ ചതിക്കും. ധനത്തിന്റെ ഈ വഞ്ചനയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകേണ്ടവർ അവർ തന്നെ ഇന്ന് ധനാശയെ ആത്മീയതയുടെ മൂടുപടം അണിയിച്ച് വിശ്വാസഗോളത്തിലേക്ക് അനേകരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ധനത്തിന്റെ വഞ്ചന ഫലത്തെ ഞെരുക്കിക്കളയുന്ന ഒരു മുള്ളാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പറിച്ചു കളയാതെ പകരം മുള്ളു തന്നെ വിശ്വാസ ഹൃദയത്തിൽ വ്യാപകമായി കൃഷി ചെയ്താലോ വേലി തന്നെ വിളവ് തിന്നുന്ന ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ധനം നമ്മെ കൊണ്ടെത്തിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷം. ധനം ആവശ്യങ്ങൾക്ക് ഉതകുന്നു. എല്ലാ വിനിമയങ്ങൾക്കും ധനം ആവശ്യമാണെന്ന് പറഞ്ഞു. ധനം കൊണ്ടാണ് നാം എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ നിർവഹിക്കുന്നത്. മണിയാണ് എല്ലാവിധമായ വിനിമയങ്ങളുടെ മീഡിയം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാറ്റിനും പണം ആവശ്യമാണെങ്കിൽ തന്നെ എല്ലാം പണം കൊണ്ട് നേടാവുന്നതല്ല. സുഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളിൽ ജീവിക്കുവാൻ, നമ്മുടെ മോഹങ്ങളിൽ നമുക്ക് ലഭിക്കാവുന്നതെല്ലാം വാരിക്കൂട്ടുവാനോ വാങ്ങിച്ചു കൂട്ടുവാനോ പണം ഉപകരിക്കും. പക്ഷെ പണത്തിന് തരാൻ കഴിയാത്ത സമാധാനം, ആനന്ദം, പ്രത്യാശ, സ്വസ്ഥത ഇതൊന്നും നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നത് പോലെ വാങ്ങിക്കുവാൻ കഴിയുകയില്ല. ഈ പണത്തിന്റെ മോഹം അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അനേകർ വിശ്വാസഗോളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഗേഹസിക്ക് സംഭവിച്ച പരാജയം നയമാന്റെ സമ്പത്തായിരുന്നു. ആ ഭൗതിക വസ്തുവിനുള്ള തന്റെ ആഗ്രഹം തന്നെ തോൽവിയിൽ കൊണ്ടെത്തിച്ചു. ഏലിയാവിന്റെ കയ്യിൽ നിന്ന് അഭിഷേകം വാങ്ങി വർദ്ധിപ്പിച്ച ഏലീശയിൽ നിന്ന് വീണ്ടും അതിലധികം ലഭിക്കേണ്ട ഗേഹസി ഇന്ന് ശുശ്രൂഷ നഷ്ടപ്പെട്ട് കുഷ്ഠരോഗിയായി പാളയത്തിന് പുറത്തു പോയി. ഏലിയാവിന്റെ കയ്യിൽ അഭിഷേകം ഏലീശയ്ക്കും ഏലീശയിൽ നിന്ന് ഗേഹസിലേക്ക് പോകണം. അഭിഷേകവും വ്യാപരിക്കും, കുഷ്ഠരോഗവും വ്യാപരിക്കും. നമുക്കേത് വേണം? അഭിഷേകം വേണോ? നയമാന് കുഷ്ഠം വേണം. ആഖാൻ ശബ്ദാർപ്പിത വസ്തു മോഹിച്ച് താൻ ശാപഗ്രസ്തനായി തീരു മാത്രമല്ല ദൈവത്തിന് അവനെ ന്യായം വിധിക്കേണ്ടതായിട്ട് വന്നു. ഇസ്രായേൽ ജനത്തിന് മുൻപോട്ടുള്ള പ്രയാണത്തിൽ തടസ്സം ആഖാന്റെ ശബ്ദാർപ്പിത വസ്തുക്കളായിരുന്നു. അനന്യാസും സഫീറയും അവർ കൃപയുടെ കാലത്ത് ജീവിച്ചവരാണ്. അവർക്ക് സംഭവിച്ചത് സമ്പത്തിന്റെ പരീക്ഷയായിരുന്നു. വിൽക്കുന്നതിന് മുമ്പ് അവരുടെയായിരുന്നു, വിറ്റ ശേഷം അവരുടേതായിരുന്നു. പക്ഷേ സമ്പത്ത് ഒരു ഭാഗം മറച്ചു വെക്കുവാൻ അവർ തമ്മിൽ ഒത്തു. പക്ഷെ അവരെയും പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞു മുൻപോട്ട് പോകാൻ ആദ്യകാലത്ത് അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞില്ല. ദേമാസ് പൗലോസിനെ വിട്ടു പോയതും ഒരുപക്ഷെ ഈ ലോകസ്നേഹമായിരിക്കും. സമ്പത്ത് നേടുവാനുള്ള തത്രപ്പാടും വ്യഗ്രതയും അതിനുവേണ്ടിയുള്ള മുഷിക ഓട്ടവും നമ്മെ യഥാർത്ഥ ദൈവമഹത്വത്തിൽ നിന്ന്, ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ പഠനം നാം സസൂക്ഷ്മം വിലയിരുത്തുന്നെങ്കിൽ, ഇപ്രകാരമുള്ള മുള്ളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ 100 മേനി ഫലം ലഭിക്കേണ്ട ഈ വിത്ത് അവിടെ കിടന്ന് കെട്ടുപോകുകയല്ലാതെ ഒരിക്കലും അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ കഴിയില്ല. മൂന്നാമത്തെ മുള്ള് ഈ ലോക സുഖങ്ങളോടുള്ള നമ്മുടെ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. പ്ലഷേഴ്സ് ഓഫ് ദ ലൈഫ്. ഇത് നമ്മെ നിഷ്ഫലരാക്കി തീർക്കും. അറിയാവുന്നത് കൊണ്ട് ദൈവവചനം ഇത് സംബന്ധിച്ച് എത്രയെത്ര മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ലോകമോഹങ്ങൾ, പാഷൻ ഓഫ് ദിസ് വേൾഡ് വർജിക്കുവാൻ തിത്തോസ് ലേഖനം 2:12 അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നു. ലോകത്തെയും ലോകത്തുള്ളതിനെ സ്നേഹിക്കരുത് എന്ന് 1 യോഹന്നാൻ ലേഖനം 2:15 ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് ലവ് ദ പ്രസന്റ് ഏജ് നിഷ്ഫലനായി തീർന്ന പലരെ കുറിച്ചും നാം 2 തിമോഥെയോസ് 4:10 ദേമാസിനെ കുറിച്ച് ബൈബിൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു.
ഈ ലോകവും അതിന്റെ മോഹവും വേൾഡ് ആൻഡ് ഇസ് ലെസ്റ്റ് ഒഴിഞ്ഞു പോകുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 2:17. പ്രിയമുള്ളവരെ, മുകളിൽ പറഞ്ഞ എല്ലാ മുള്ളുകളും ഒഴിവാക്കി നല്ല നിലമായി മാറുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത് നമുക്ക് വേണ്ടത് ഈ മുള്ളുകൾ ഒഴിവാക്കുവാൻ ഒരാഗ്രഹവും ഒരു വാഞ്ചയുമാണ്. ഇവയ്ക്കെതിരെ ശക്തമായ ഒരു നിലപാട് നമുക്കുണ്ടായിരിക്കണം. യെശയ്യാ പ്രവാചകൻ മുള്ളുകൾക്കെതിരെ നാം ഒരു വിശുദ്ധ യുദ്ധം തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിൽ പറക്കാരെയും മുൾപടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാടെ ചുട്ടുകളയുമായിരുന്നു. 27:4. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന് പരിശുദ്ധൻ ഒരു ജ്വാലയുമായിരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. യെശയ്യാ 10:7. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുന്ന കർത്താവിന് കഴിയും. മത്തായി സുവിശേഷം 3:11. എല്ലാ മുള്ളുകളെയും ചുട്ടുകളയുവാൻ, ഈ ദൈവ ക്രോധാഗ്നിയിൽ എരിഞ്ഞു പോകുവാൻ ഇടിയാകട്ടെ. അത് നമ്മുടെ ആഗ്രഹമാകട്ടെ. മുള്ളുകൾക്കെതിരെ ഒരു യുദ്ധം നമുക്ക് പ്രഖ്യാപിക്കാം. എന്റെ ജീവിതത്തിൽ, എന്റെ ലൈഫിൽ അത് പൊട്ടിക്കിളിർക്കുവാനോ വളരുവാനോ അത് എന്റെ വിത്തിനെ ഞെരുക്കുവാനോ ഞാൻ അനുവദിക്കാതെ കർത്താവ് നൽകിയ സത്യത്തിൽ നിലനിൽക്കുവാൻ, രക്ഷയിൽ നിലനിൽക്കുവാൻ, വചനത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.